എവരിവൺ, എബ്രാൾ യൂട്യൂബ് ചാനലിൽ ബ്യൂട്ടി സെഗ്മെന്റ് ആണ്. ഹോം റെമഡീസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഹെയർ കെയർ റൊട്ടീൻ കാണിക്കുമെന്ന് വെച്ചിട്ട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ സാധാരണ മേക്കപ്പ് ട്യൂട്ടോറിയൽസിലൊന്നും പറയുന്ന പോലത്തെ മേക്കപ്പ് അങ്ങനെയല്ല എൻ്റെ ഒരു മേക്കപ്പ് രീതി. പക്ഷെ എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ കുഞ്ഞില്ല, എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയില്ലേ, നഴ്സറി ക്ലാസ്സിൽ പോകുമ്പോഴേ എൻ്റെ അമ്മ എന്നെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐലൈനറൊക്കെ അന്ന് എഴുതി. നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് അതൊന്നും അല്ലല്ലോ, കണ്ണിങ്ങനെ എഴുതി ഇവിടെ ഒരു കുത്ത്. പക്ഷെ മമ്മി അങ്ങനെയല്ല. മമ്മി ഈസ് ലൈക്ക് ഭയങ്കര മമ്മി അത്ര ചെയ്തിട്ടില്ലെങ്കിലും എനിക്കിങ്ങനെ പൊട്ടിന് ഡിസൈനൊക്കെ വെച്ചിട്ടാണ് ചെയ്തു തന്നിരുന്നത്. അപ്പൊ എല്ലാ ദിവസവും എനിക്ക് ഒരുങ്ങി അതായത് മുടി കെട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് വന്നിരുന്ന് ഐലൈനർ ഇട്ട് പൊട്ടിട്ട് പിന്നെ പൗഡറൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പിന്നെ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ നമുക്ക് കുഞ്ഞു പോക്കറ്റ് മണീസ് കിട്ടുമ്പോൾ വാങ്ങാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺമഷി, പിന്നെ കുങ്കുമം, ചാന്ത്, അതൊക്കെയാണ് അവിടെ ഉള്ള മെയിൻ ഐറ്റംസ്. അപ്പൊ അത്രയും മുന്നേ എന്റെ ക്രേസ് ഒക്കെ ഇതിനോടായിരുന്നു. പിന്നെ എന്റെ ആന്റിമാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുറേ ബോക്സ് ഓഫ് ലിപ്സ്റ്റിക്സ് കൊണ്ടുവരും. അതൊക്കെ വലിയ ചേച്ചിമാർക്കാണ്. അപ്പൊ അവരെല്ലാം എടുത്തിട്ട് ത്രോ അവേ കളേഴ്സ് ഉണ്ടാവും, ഓറഞ്ച് അങ്ങനത്തെ കാര്യം ഇടാത്ത കളേഴ്സില്. പക്ഷെ എനിക്ക് അതൊക്കെ ധാരാളമായിരുന്നു. അതെല്ലാം എടുത്തിട്ട് ഞാനിങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മേക്കപ്പ് ലൈക്ക് എൻ്റെ ഒരു ഭാഗമായിരുന്നു എത്രയോ ചെറുതലെ മുതൽ. ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് പൊട്ടിടാൻ പാടില്ല, ഓവർ മേക്കപ്പ് ഇടാൻ പാടില്ല, പള്ളിയിൽ പോകുമ്പോൾ മിനിമലിസ്റ്റിക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പക്ഷെ ഇങ്ങനെ കുറച്ച് ഒരുങ്ങണം. പിന്നെ എനിക്ക് ഹിന്ദുസ് ഇടുന്ന പോലെ കുറി ഇടണം, പിന്നെ സിന്ദൂർ ഇടണം, അതൊക്കെ ചെറുതലെ ഇഷ്ടമായിരുന്നുകൊണ്ട് 4ാം ക്ലാസ്സിലൊക്കെ ഞാൻ ആരും കാണാതെ എൻ്റെ മുടി ഇങ്ങനെ മറ്റേ മാമാട്ടി സ്റ്റൈൽ ഇത്ര ഇങ്ങനെ വെട്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇതിന് താഴെ നിറച്ച് സിന്ദൂർ ഇട്ടിട്ട് അമ്മ കുളിപ്പിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. എൻ്റെ പൊന്നെ ഇവള് എന്താ ചെയ്ത് വെച്ചേക്കണേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ വളർന്നപ്പോഴും അതുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ അപ് ടു ഡേറ്റ് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഒന്നും എനിക്കറിയില്ല. അന്ന് മുതലേ ഞാൻ എന്താണ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം. പിന്നെ എന്താണ്, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ചെയ്യാനോ അല്ലെങ്കിൽ ചില പ്രൊഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാനോ ഒക്കെ ചിലപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ ഞാൻ ഗെറ്റ് റെഡി അല്ലെങ്കിൽ ഞാൻ ഡെയിലി ചെയ്യുന്ന സംഭവങ്ങളാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എനിക്ക് പല രീതിയിൽ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഹെയർ ഒന്ന് വെറുതെ ഒന്ന് ക്രാബ് ഇട്ടിട്ട് വെക്കുകയാണ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങൾ പറയാൻ പറ്റില്ല. ഇനി ഞാൻ നിങ്ങളെ ഇത് കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ഫേസിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു ബെയർ ഫേസ് ആണ്. സാധാരണ ഒരു കാജൽ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇനി എൻ്റെ ഫേസിൽ ആദ്യം തീരെ ഇല്ലാതെ പിന്നീട് അപ്പിയർ ചെയ്തിട്ട് ഒരു ഗസ്റ്റാണ് പിമ്പിള്. അപ്പൊ എനിക്ക് അതിൽ വിഷമം ഉണ്ടായിരുന്നു. ആദ്യം എല്ലാവരും കോംപ്ലിമെന്റ് ചെയ്തിരുന്ന ഒരു കാര്യം അങ്ങനെ ക്ലിയർ സ്കിൻ ആണല്ലോ. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ച് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ക്ലിയർ ജെല്ലാണ് എൻ്റെ ബേസ്. കാരണം എനിക്കല്ലാതെ വേറെ ഫൗണ്ടേഷൻ അങ്ങനെ അങ്ങനെ കുറെ സ്റ്റെപ്സ് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ യൂഷ്വലി പുറത്ത് പോകുമ്പോൾ ഒരു ക്ലിയർ ജെല്ല് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടും. അത് ഇട്ടതായിട്ട് പോലും അങ്ങനെ അറിയില്ല. കുറച്ച് പെട്ടെന്ന് തന്നെ അത് അബ്സോർവ് ആവും. ആരെങ്കിലും പിമ്പിൾ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഇതൊരു ലെയർ ബേസിക് ഇട്ടിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ മുഖം ഒന്ന് സെറ്റ് ആവും. പിന്നെ നമുക്ക് അതിനെ കുറച്ച് സമയം അങ്ങനെ വെക്കാം. അത് പെട്ടെന്ന് അങ്ങനെ ഒരുപാട് പെട്ടെന്നല്ല, ഒരു 2-3 മിനിറ്റ്സിൻ്റെ അതൊന്ന് എന്താ പറയുന്നത് നമുക്ക് നോർമൽ ആവാൻ വേണ്ടി നമുക്കൊന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് വീശി കൊടുക്കാം. അത് പെട്ടെന്ന് സെറ്റാവും. സെറ്റായി കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പൗഡറാണ്. പിന്നീട് ഞാൻ അതിനെ ഷുഗറിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് ഇതാണ്. ഇതിപ്പോൾ അത്ര ഭംഗിയിലൊന്നല്ല ഇരിക്കുന്നത്. ഈ സാധനം ഞാൻ ഇങ്ങനെ ഡാബ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റേജ്. പക്ഷെ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന ഇത്രയും വലിയ സെറ്റപ്പിലൊന്നുമല്ല. ഞാൻ എൻ്റെ രാവിലത്തെ മേക്കപ്പ് ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്രയും ക്ഷമയിൽ ഇടാൻ പറ്റിയില്ലെങ്കിൽ കൈ വെച്ചിട്ട് എല്ലായിടത്തും യൂണിഫോംലി പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഫേസിൻ്റെ പ്രിപ്പറേഷൻ പരിപാടി എനിക്ക് ഇത്ര ഇഷ്ടമുള്ളൂ സാധാരണ. ഇനി എന്തെങ്കിലും ഷൂട്ട് ഉണ്ട്, വലിയ സംഭവമൊക്കെ ആണ്, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയുള്ള ദിവസം കൺസീലർ ഇടും. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇങ്ങനെ ചെയ്താൽ എനിക്കൊരു തൃപ്തി കിട്ടില്ല. അഗെയിൻ ഐ എം യൂസിങ് മൈ ഹാൻഡ്സ്. ഒന്നുകൂടെ എല്ലായിടം ഒരുപോലെ ഇടണം. അല്ലെങ്കിൽ അത് ഒരു ചെറിയ സ്ഥലത്ത് ഇങ്ങനെ
പറ്റി പിടിച്ചിരിക്കും. ഇപ്പം ചെറിയൊരു നനവുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ശീലമുണ്ട്, എന്നെ എല്ലാവരും കളിയാക്കുന്നത് തോർത്തും കൊണ്ട് എടുത്തിട്ട് എല്ലാം കൂടെ തുടങ്ങി. പിന്നെ എന്തിനാണ് ഇത് ഇടുന്നതെന്ന് ചോദിക്കും. പക്ഷെ അത് ഇടുന്നത് നമുക്ക് യൂണിഫോം അല്ല, തോർത്തെടുത്ത് കഴിയുമ്പോൾ ആ ഒരു എക്സസ് സാധനം അങ്ങ് പൊക്കോളും. നെക്സ്റ്റ് ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ കണ്ണാണ് ശരിയാക്കാൻ പോകുന്നത്. കണ്ണിന് വേണ്ടിയിട്ട് ഞാനൊരു കോണ്ടോറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. കോണ്ടോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷുഗറിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, അത് തുറന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലിറ്ററി കളറാണ്. ഇതിന് വേണ്ടി ബ്രഷൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ സെയിം സ്കിൻ കളറിലാണ് ഈ സാധനം വരുന്നത്. കണ്ടോ, ഒരു ഐ ഷെയ്ഡ് പോലെ കിട്ടും. എനിക്കത് ഭയങ്കര ഒരു ചെറിയൊരു ഗ്ലേസിങ്, ഒരു ഒരു ഐ ലൈനർ പോലെ ഒക്കെ ആ കറക്റ്റ് അവിടെ പോയി നിൽക്കും. ഇതൊന്ന് ആദ്യമേ ഒന്ന് ഇട്ട് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുറേ ബ്യൂട്ടി ആ പിള്ളേരൊക്കെ പറയുന്നത് മൂക്കിയും ഇടാം, ഇവിടെ ഇടാം, അവിടെ ഇടാം. പക്ഷെ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് നമുക്ക് ഓഫീസിലൊക്കെ പോകണ്ടല്ലേ. അപ്പം അതിനൊരു റിയലിസ്റ്റിക് സാധനം കൊടുക്കാൻ വേണ്ടി ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഒരു ഐ ഷെയ്ഡ് പോലെ ആദ്യം ഇടും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കാജൽ. അപ്പം ആദ്യം ഞാൻ കണ്ണിങ്ങനെ ഒരു പച്ച കാജലൊക്കെ ആയിരുന്നു ഉപയോഗിച്ചത്. ഇതിപ്പോൾ ഒരു 10 റുപ്പീസിൻ്റെ ഒരു സാധനമാണ്. ഇത് വെച്ചിട്ട് ഞാൻ കണ്ണ് ഇങ്ങനെ ഒന്ന് അടിയിലതേ അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന് മുകളിൽ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഒന്ന് താഴെ ഇതുപോലെ എഴുതി കൊടുക്കും. ഓക്കെ, ഇത് തന്നെ ഒരു ഭയങ്കര ഒരു ഫിനിഷ്ഡ് ലുക്കാണ്. രണ്ടാമത് എഴുതിയപ്പോൾ കൊള്ളമായോ എന്നറിയില്ല. പക്ഷേ ഇത് ഇങ്ങനെ എഴുതിയിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് എൻ്റെ ഐ ലൈനർ. ഞാൻ കുറേ ഉപയോഗിക്കുന്ന ഒരു ഐ ലൈനറാണ് ലാക്മിയുടെ. നോർമലി ഫേമസ് ആയിട്ടുള്ള ഒരു ഐ ലൈനർ ബോട്ടിലാണ് ഇത്. ഞാൻ എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് അറിയോ? ഞാനിങ്ങനെ ഒരു കണ്ണ് ഈ കൈ വെച്ച് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്നിങ്ങനെ ചിലപ്പോൾ മുകളിലൊക്കെ ആവും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഇങ്ങനെ സൈഡിലിട്ട് കൊടുക്കും. കൊള്ളാം അല്ലേ? ഇനി അത് കഴിഞ്ഞ് ഈ കണ്ണും കൂടെ കാണിക്കും. ഇങ്ങനെ എഴുതി കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും. ആൻഡ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ തെറ്റൊന്ന് കറക്റ്റ് ചെയ്യും. എന്നിട്ട് മാക്സിമം ഇതിനൊക്കെ ഒരുപോലെ ആക്കാൻ ഞാൻ ശ്രമിക്കും. ഒരുപോലെ ആയി കിട്ടും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെ ചിലത് റെഡിയാവും, ചിലരുടേത് റെഡിയാവില്ല. അങ്ങനെ ഇത് വലിയ കുഴപ്പമില്ല. ലൈക്ക് ദിസ്. എന്നിട്ട് ഞാൻ ഐലൈനറും ചെറുതായിട്ട് അടിയിലിട്ട് കൊടുക്കാറുണ്ട്. അത് ആ കണ്ണിൻ്റെ ഒരു ഫിനിഷിങ്ങിനാണ്. അല്ലാതെ ഞാൻ അതിൻ്റെ ഇപ്പോൾ ചിലർ പറയും ഇങ്ങനെയാണ് വിങ്ഡ് ഐലൈനർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ സ്റ്റെപ്സ് അല്ല, എനിക്ക് റിസൾട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കഴിഞ്ഞു. ഇത്രയാണ് പ്രധാന കാര്യം. ഇനി എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ് ആണ്. ഇപ്പം ഞാൻ ലിപ്സിൽ ഒരു ലിപ് ഗ്ലോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് സബോളിൽ കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു നോർമൽ പ്രോഡക്റ്റ്, എല്ലാവർക്കും അറിയുന്ന പ്രോഡക്റ്റാണ്. ഇതൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്യും. എന്നുമല്ല, മോസ്റ്റ്ലി അപ്ലൈ ചെയ്യാറുണ്ട്. എന്നിട്ട് എനിക്ക് അതിൽ ടിഷ്യൂ വെച്ചിട്ട് കുറച്ചൊന്നും മോയ്സ്ചറൈസ്ഡ് ആയില്ലെങ്കിൽ ചുണ്ട് ഭയങ്കര ഡ്രൈനെസ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യും. പക്ഷെ അത് നമ്മൾ മാച്ച് കൊടുത്ത് വൺസ് അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഓൾ സെറ്റാണ്. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. എനിക്ക് കയ്യിൽ ലിപ് ലൈനേഴ്സ് പലതും ഫ്ലോപ്പ് ആയിരുന്നു. സോ ഐ ആം ട്രൈങ് റൈറ്റ് നൗ ഡാസ്ലറിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് ദിസ് തിങ് ആണ്. എന്നിട്ട് എൻ്റെ ലിപ്പ് ഓൾറെഡി കുറച്ച് കട്ടിയുള്ള കുറച്ച് ലാർജ് ലിപ്സ് ആണ്. അപ്പോൾ ഞാൻ അധികം പുറത്തോട്ട് എഴുതാണ്ട് ഉള്ളിലോട്ട് ഈ ലൈൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്യും. ദെൻ മൈ ഫേവറേറ്റ് ഒരു ഷെയ്ഡാണ് ഇത്. ഏതായിരുന്നു? മാറ്റ് ക്രയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. അത് കഴിയാറായി, അതിന് ആത്മാവ് വരാറായി. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്തോരം പ്രൊസീജിയറാണല്ലേ ലിപ്പ് ഇടാൻ. ശരി, എന്നിട്ട് ഫൈനലി ഇപ്പൊ സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഗ്ലിറ്റർ ലിപ് ഗ്ലോസ് മുകളിൽ ഓവറായി കഴിഞ്ഞാൽ അത് ഭയങ്കര ഇങ്ങനെ ലിക്വിഡി ഫോർമാറ്റ് നിൽക്കും. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ ലിപ്പ് ഓൾമോസ്റ്റ് ഡൺ ആണ്. പിന്നെ ഇതിൽ ഞാൻ കുറേ മിക്സ് ആൻഡ് മാച്ചസ് ഒക്കെ ചെയ്ത് കൊടുക്കും. കാരണം ഈ കളറിനോട് ആ കളർ, ആ കളറിനോട് ഈ കളർ എന്നൊക്കെ പറഞ്ഞത്. ഇനി എൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ് എൻ്റെ ബിന്ദി. എൻ്റെ ലുക്ക് ഫിനിഷിങ്ങിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ബിന്ദിയാണ്. എൻ്റെ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. അതെന്താ പറയുക, ഒരു സിന്ദൂറിൻ്റെ കളർ ബിന്ദിയാണ് എനിക്ക് കൂടുതൽ ചേരുന്നതെന്ന് തോന്നാറുണ്ട്. ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് നോക്കാറുണ്ട്.
അപ്പം അങ്ങനെ ഇത്രയും കഴിയുമ്പോൾ പിന്നെ ഹെയർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെയല്ല മുടി മാറ്റി കെട്ടുമ്പോൾ വേറൊരാളുടെ പോലെ തോന്നുന്നു, പിന്നെ വേറെ സൈഡ് പാർട്ടീഷൻ എടുക്കുമ്പോൾ അങ്ങനെ തോന്നിയിരുന്നു. അപ്പം ഞാൻ ഓപ്പൺ ഹെയർ സ്റ്റൈല് ഇഷ്ടമാണ്, ഹെയർ കളർ ചെയ്യാൻ ഇഷ്ടമാണ്. ഇതൊക്കെ നന്നായോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സ്റ്റെപ്സ് പരിചയപ്പെടുത്താനായിരുന്നു ഇന്ന് ഈ വീഡിയോ ഞാൻ എടുത്തത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. കമൻസ് അറിയിക്കുക. ഇതുപോലെ മേക്കപ്പ് ഇടുന്ന, ഇതുപോലെ ഐലൈനർ എടുത്ത, ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്ന പെൺപിള്ളേരുണ്ടോ? കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. പിന്നെ എന്താണ്, ഒരു സാധനം കൂടെ എനിക്ക് കാണിക്കാനുണ്ട്. അത് ഞാൻ അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒത്തിരി അന്വേഷിച്ച് വാങ്ങിയിട്ടുള്ള അലോവേരന്റെ ഒരു ഐ പാച്ചസ് അല്ലെങ്കിൽ ഐ പാഡ്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് അതിന്റെ കണ്ണ് കണ്ടോ, കണ്ണിന് താഴെ ഇപ്പൊ അറിയുണ്ടാവും ചിലപ്പോൾ, നിങ്ങൾ വേറെ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ കുറച്ച് പഫി ഐസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പൊ ഇത് ഞാൻ നൈറ്റിൽ യൂസ് ചെയ്ത് കിടക്കാറുണ്ട്, ഭയങ്കര റിസൾട്ടാണ്. ഇതും കൂടെ ഞാൻ നിങ്ങളെ ഈ സെഗ്മെന്റിൽ പരിചയപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ കണ്ണിൽ പഫി ഐസ് ഉണ്ടെങ്കിൽ യൂസ് ദിസ്. നല്ല ചെറിയ വ്യത്യാസമുണ്ട്, എല്ലാം പെട്ടെന്ന് നല്ല റെഗുലർ യൂസിൽ നല്ല